LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയം CPIMന്റെ സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഗവൺമെന്റിന്റെ സമീപനം വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി PB മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടി എന്നുള്ള നിലയിലുള്ള നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് വസ്തുത. അൻവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്ന നിലയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വരുന്നത്. ഇത് ഒരിക്കലും അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് മുന്നണിയുമായിട്ട് ആലോചിച്ചോ? ഞാനാണെങ്കിൽ CPIMന്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയാണ്. പാർലമെൻ്ററി പാർട്ടിയിൽ അൻവർ അംഗമാണ്. അൻവർ അംഗമായ പാർലമെൻ്ററി പാർട്ടിയിൽ ഉന്നയിക്കുകയോ അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം പാർലമെൻ്ററി പാർട്ടിയുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന നിലപാടുകളെല്ലാം അങ്ങേയറ്റ തെറ്റാണ്. അദ്ദേഹത്തെ അപകടത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായ പ്രശ്നങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏതോ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ പെട്ടുപോവുകയാണ് അൻവർ ചെയ്തിട്ടുള്ളത്. അൻവറിൻ്റെ നിലപാടിനെ ഒരു കാരണവശാലും CPIMന് അംഗീകരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ അംഗീകാരം ജനങ്ങളിൽ നേടിയെടുത്തുള്ള അംഗീകാരമാണ്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും മറ്റൊരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ജനങ്ങളിൽ നിന്ന് സ്വീകാര്യമായിട്ടുള്ള, ജനങ്ങളിൽ നിന്ന് നേടിയെടുത്തിട്ടുള്ള അംഗീകാരമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതാണ് ജനങ്ങൾ നൽകിയിട്ടുള്ള സൂര്യ തേജസ്സാണ് മുഖ്യമന്ത്രി. അത് സമ്മേളനം കൊണ്ടോ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ടോ ഈ കാര്യങ്ങൾ അവസാനിക്കുന്നതല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMന്റെ സഖാക്കൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഈ പ്രശ്നം ശരിയായ നിലയിൽ സമീപിച്ച് ഈ തെറ്റിനെ തെറ്റായി കണ്ട് തെറ്റിൽ നിന്ന് ഇത്തരം ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി സഹായകരമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അത്തരമൊരു സമീപനം സ്വീകരിച്ച് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി അടിസ്ഥാനരഹിതമാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ 8 വർഷമായില്ലേ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത്. അതൊന്നും അന്നേരമൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എങ്ങനെയാണ് ഇപ്പം പുതുതായിട്ട് വരിക? അത് DGPയുടെ പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കേണ്ടതാണോ? അത് ശരിയല്ല. അദ്ദേഹം ഏതോ തെറ്റിന്റെ കൂടെ നിൽക്കുകയാണ്. തേജസ് കെട്ടുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കൃത്രിമമായിട്ട് നിർമ്മിച്ചതല്ല. എത്രയോ ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ നിലയിലും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് അംഗീകാരം നേടി ഉള്ള ആ ശോഭ ഇതുപോലുള്ളൊരു വർത്തമാനം കൊണ്ട്, ഒരു ആക്രമണം കൊണ്ട് കെട്ടുപോകുന്നതല്ല. മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിനും മുഖ്യമന്ത്രിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങളിലാണ് ഞങ്ങൾ വിശ്വാസം അർജിക്കുന്നത്. ആ ജനങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് അൻവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ ഈ നിലപാട് തിരുത്താനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹം അത്തരമൊരു സമീപനം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതാലോചിച്ചതിന് ശേഷം പറയാം. അതൊരു വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ല. ആ കാര്യങ്ങൾ CPIMും ഇടതുപക്ഷ ജനാധിപത്യവും എല്ലാം ചർച്ച ചെയ്യും. അദ്ദേഹം CPIMന്റെ ഭാഗമാണ്. CPIMന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ്. അതാണുള്ളത്. അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത്. CPIMന്റെ അംഗമല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അതിനുള്ള അംഗീകാരവും അതിനനുസരിച്ചുള്ള നിലപാടുമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അന്വേഷണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരട്ടെ. അന്വേഷണത്തിന്റെ ഒരു കാര്യവും അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ലഭിച്ച റിപ്പോർട്ട് പരിശോധനയിലാണ്. ആ പരിശോധന നടപടി എന്താണ്, നിലപാട് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. അതിപ്പോഴേ പറയുന്നതല്ല. അൻവർ എങ്ങനെ അന്വേഷണത്തെ കുറിച്ച് അറിയാം? അന്വേഷണം അങ്ങനെ അറിയാൻ കഴിയില്ലല്ലോ. അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്. ഗവൺമെന്റിന്റെ നിലപാടാണ് പറയേണ്ടത്. അൻവറിന്റെ നിലപാടിനെ കുറിച്ച് ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സഹായകരമായ നിലപാടല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും സഹായകരമായ നിലപാടല്ല. അതെനിക്ക് പറയാൻ കഴിയില്ല. അതുണ്ടെങ്കിൽ അതായിട്ട് തന്നെ അദ്ദേഹത്തിന് ഉന്നയിക്കാമല്ലോ. അത് ഒരു സ്വയം ചില നിലപാടിൽ നിന്നൊക്കെ തോന്നായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ഗവൺമെന്റ് മുമ്പായി അദ്ദേഹത്തിന് ഉന്നയിക്കാം. ഒരു പ്രതിസന്ധിയില്ല. ഇതിനേക്കാളും വലിയ പ്രതിസന്ധി അതിജീവിച്ചിട്ടാണ് CPIMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് അതിജീവിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയാണ് എന്നുള്ള ഒരു നിലപാടും ഞങ്ങൾക്കില്ല.
ഈ അൻവറിനെതിരെ എന്ത് നടപടിയാവും ഉണ്ടാവും? അത് ആലോചിച്ചിട്ട് പറയാം. അൻവറിന്റെ പേര് CPM-ൽ ഒരു അംഗമാണെങ്കിൽ ഉടനെ സസ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാം. അല്ല അതെ എവിടുന്ന് സസ്പെൻഡ് ചെയ്യണം? അതുകൊണ്ട് ഞാൻ പറയുന്നത് വെറുതെ അത് നിങ്ങൾ വ്യാഖ്യാനിക്കരുത്, തെറ്റായി വ്യാഖ്യാനിക്കരുത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള വേറൊരു കുഴപ്പം. നമ്മൾ ആഗ്രഹിക്കാത്തതോ അല്ലെങ്കിൽ ഉദ്ദേശിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പുറത്തു പറയുക. അത് ശരിയല്ല, അത് ചെയ്യരുത്. ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അൻവറിനോട് എടുക്കുന്ന നിലപാട് തുടർന്നെന്ത് നിലപാടെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അത് തുടർന്ന് CPM ആലോചിച്ച് നിലപാട് പറയും. അതേപ്പം പറയാം. ഇപ്പം ഞാൻ TP രാമകൃഷ്ണൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. അൻവറിന്റെ നിലപാട് തിരുത്തണമെന്ന് തന്നെയാണ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. തിരുത്തിയാൽ എന്തെന്നുള്ള അന്നേരം ആലോചിക്കുക. അയാൾക്ക് തിരുത്താൻ സാധിക്കുമോ? അദ്ദേഹം തന്നെ നിങ്ങളോടെല്ലാം പറഞ്ഞതല്ലേ, ഞാൻ ഓപ്പണായിട്ട് എനിക്ക് പറയുന്നില്ല, നിർത്തിയതല്ലേ. ഇന്നല്ലേ പൊടുന്നനെ എന്താ അങ്ങനെ ഒരു പ്രകോപനം? പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പാർട്ടി സെക്രട്ടറി ഇന്നലെ സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കത്തുകളും മറ്റു സംഗതികളെല്ലാം പാർട്ടി സെക്രട്ടറി പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. എന്താ പിന്നെ ഇത്ര ധൃതി ഇങ്ങനെ കാണിക്കുന്ന? പരാതിയുടെ കാര്യം അന്വേഷിക്കണമെന്നുള്ളത് നേരത്തെ പറഞ്ഞതാണല്ലോ. മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിൽ നിന്ന് പാർട്ടി മാറിയിട്ടില്ല, ഗോവിന്ദ മാഷ് മാറിയിട്ടില്ല, ഞാനും മാറിയിട്ടില്ല. അതാണ് പ്രശ്നം. പിന്നെ ഓരോ ദിവസം ഞാൻ ഒരിക്കൽ ചാനൽ പത്രക്കാരോട് ഞാൻ സംസാരിച്ചു. ഓരോ ദിവസവും ആരോട് ഉന്നയിക്കാം? അതെന്തൊരു രീതിയാ? അതൊരു മാന്യമായ ലക്ഷണമാണ്. ഓരോ ദിവസവും പുതിയ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുക, അതൊരു ശരിയായ രീതിയല്ലല്ലോ. അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖാമൂലം കൊടുക്ക്. അതിൻ്റെ എല്ലാ വിവരങ്ങളും പറയാൻ ഇപ്പോൾ സമയമായിട്ടില്ല. പറയുന്നുണ്ട് ഇപ്പം രാഷ്ട്രീയ എതിരാളികളുടെ പാവയാവുന്നു അൻവറെന്ന്. അത് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ചോദിച്ചതല്ലേ? അല്ല അത് ശത്രുക്കളുടെ കൈ കളിക്കുന്നതാണ്. അതെന്റെ നിലപാട്. പത്രസമ്മേളനം തുടങ്ങിയ സമയത്ത് എന്നെ തടഞ്ഞു വെക്കല്ല, എന്നെ ഒന്ന് വിട്. അത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പത്രസമ്മേളനം നടത്തേണ്ടി വരുന്നത്. അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. ഇനി നമുക്ക് കാര്യങ്ങൾ പറയാമല്ലോ. ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും അൻവറിന്റെ പത്രസമ്മേളനം അവസാനിച്ച് കഴിഞ്ഞിട്ട് അത് തീരട്ടെ. എന്നിട്ട് ഇനി എന്തൊക്കെയാ പറയാന്നുള്ളത് നമുക്ക് നോക്കപ്പോ ഒരു മണിക്കൂറിലധികമായി. അപ്പം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ, ഞാനിവിടെ ബാലസംഘത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ സാഗര സംഘം രൂപീകരണ യോഗമാണ്. ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നതും. ഞാൻ നേരത്തെ പലരും എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. ഇപ്പം എന്തെങ്കിലും ഇത് കേട്ടതിന് ശേഷം പ്രതികരിക്കണമെങ്കിൽ നാളെ പ്രതികരിക്കാം എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ എന്നെ വലയം വെക്കും എന്നുള്ള കാര്യം, ഇങ്ങനെ വളഞ്ഞു വെക്കും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളോട് മാന്യമായി സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ആ നിലയിൽ അത് നമുക്ക് നിർത്താം. നമുക്ക് നാളെ ഇനിയും ചോദിക്കാം. ഇന്നെനിക്കാണ് ഞാൻ പോവാം, ഞാൻ പേരാമ്പ്രയിലേക്ക് പോവാം. ഓക്കെ, നാളെ വീണ്ടും കാണാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ. നിലപാട് തിരുത്തണമെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ എടുത്തു പറയുന്നത്. അദ്ദേഹം തെറ്റിൻ്റെ കൂടെ നിൽക്കുകയാണ്. PV അൻവർ തെറ്റിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നുമെല്ലാം TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. ഈ ഒരു പത്രസമ്മേളനത്തിന് പിന്നിൽ, PV അൻവറിൻ്റെ പത്രസമ്മേളനത്തിന് പിന്നിൽ രാഷ്ട്രീയ ശക്തികളുടെ ഇടപെടലുണ്ടെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. എന്തായാലും